ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനി സൈന്യത്തിന് കൂട്ടായി പ്രവർത്തിക്കാൻ ടെറിട്ടോറിയൽ ആർമിയും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ടെറിട്ടോറിയൽ ആർമിയെ ഉപയോഗപ്പെടുത്തണമെന്നറിയിച്ച പ്രതിരോധ മന്ത്രാലയം ഏറ്റവും പുതിയ ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. കരസേനാ മേധാവിക്കാണ് ഈ സൈനിക വിഭാഗത്തിന്റെ അധികാര ചുമതല നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ വടക്ക്, പടിഞ്ഞാറൻ, കിഴക്കൻ കമാൻഡുകളിൽ ഉടനീളം വിന്യസിക്കുന്നതിനായി ടെറിട്ടോറിയൽ ആർമിയുടെ 14 ഇൻഫൻട്രി ബറ്റാലിയനുകളെ സേവനത്തിന് തയ്യാറാക്കാനാണ് കേന്ദ്ര സർക്കാർ കരസേനാ മേധാവിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 1948 ടെറിട്ടോറിയൽ ആർമി റൂളിലെ റൂൾ 33 പ്രകാരം നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഓരോ ഉദ്യോഗസ്ഥനെയും ഓരോ അംഗത്തെയും അത്യാവശ്യ ഘട്ടങ്ങളിൽ സേവനത്തിന് വിളിക്കാനാണ് കരസേനാ മേധാവിക്ക് ഇപ്പോൾ അധികാരം നൽകിയിരിക്കുന്നത്. എന്താണ് ടെറിട്ടോറിയൽ ആർമി? മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ ഉൾപ്പെടുന്ന ആർമിയാണ് ടെറിട്ടോറിയൽ ആർമി. ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണ നൽകുന്ന പാർട്ട് ടൈം സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സഹായ സൈനിക സംഘടന. അതാണ് ടെറിട്ടോറിയൽ ആർമി. ഉദ്യോഗസ്ഥർ, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാർ, നോൺ കമ്മീഷൻഡ് ഓഫീസർമാർ, ഇന്ത്യൻ ആർമിയുടെ അതേ റാങ്കിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരും സിവിലിയൻ തൊഴിലാളികളുമാണ് ഇതിലുള്ളത്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുള്ള എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ടെറിട്ടോറിയൽ ആർമിയുടെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൈന്യത്തിൽ ചേരാതെ തന്നെ സൈനിക യൂണിഫോമിൽ രാഷ്ട്ര സേവനം നടത്താനുള്ള അവസരമാണ് ഇന്ത്യൻ സേനയിലെ ഈ ആർമി സംവിധാനം. ക്രിക്കറ്റ് താരം MS ധോണിക്കും നടൻ മോഹൻലാലിനുമെല്ലാം ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത് ടെറിട്ടോറിയൽ ആർമിയാണ്. കരസേനയുടെ ഭാഗമാണെങ്കിലും ഇത് സ്ഥിരമായ സൈനിക സേവനത്തിനുള്ള സംവിധാനമല്ല. യുദ്ധം, ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര സമയങ്ങളിലും സേനയ്ക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിലും മാത്രമാണ് ടെറിട്ടോറിയൽ ആർമിയുടെ സേവനം ഉപയോഗിക്കുന്നത്. സ്വന്തം ജോലിക്കൊപ്പം പാർട്ട് ടൈം സൈനിക സേവനത്തിനുമുള്ള അവസരമാണിത്. 18 മുതൽ 42 വയസ്സ് വരെയാണ് ടെറിട്ടോറിയൽ ആർമിയുടെ പ്രായപരിധി. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും നേടിയിരിക്കണം. പ്രത്യേകം വിദ്യാഭ്യാസ പശ്ചാത്തലം ആവശ്യമില്ല. ഇന്ത്യക്കാരായിരിക്കണം. ആദ്യ വർഷത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് 1 മാസത്തെ അടിസ്ഥാന പരിശീലനം നൽകുകയും എല്ലാ വർഷവും ആദ്യ വർഷം ഉൾപ്പെടെ 2 വർഷത്തെ വാർഷിക പരിശീലന ക്യാമ്പും ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ 2 വർഷത്തിനുള്ളിൽ ഡെറാഡൂണിലെ AMIയിൽ 3 മാസത്തെ പോസ്റ്റ് കമ്മീഷനിംഗ് പരിശീലനവും നൽകും. ടെറിട്ടോറിയൽ ആർമി പാർട്ട് ടൈം ആണ്. ഒരു മുഴുവൻ സമയ കരിയർ നൽകുന്നില്ല. പെൻഷൻ ഉറപ്പു നൽകുന്നില്ല. പരിശീലനത്തിനും സൈനിക സേവനത്തിനുമായിരിക്കുമ്പോൾ സാധാരണ സൈനിക ഓഫീസർമാർക്ക് തുല്യമായിരിക്കും ശമ്പളവും അലവൻസുകളും. ഇൻഫൻട്രി ടിഎയിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ആവശ്യാനുസരണം ദീർഘകാലത്തേക്ക് സൈനിക സേവനത്തിനായും വിളിക്കാം. അംഗീകാരം അനുസരിച്ച് ഉയർന്ന സ്ഥാനത്തേക്ക് പ്രമോഷനും നൽകും. പരിശീലന സൈനിക സേവനത്തിനോ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുമ്പോഴോ സ്വയം ആശ്രിതർക്ക് സൗജന്യ റേഷൻ, CSD സൗകര്യങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. പരിശീലനത്തിനോ സൈനിക സേവനത്തിനോ സ്ഥിരം സ്റ്റാഫിനോ വേണ്ടി ഉൾക്കൊള്ളിക്കുമ്പോൾ ലീവ് എൻകാഷ്മെന്റ്, താമസം, ലീവ് യാത്രാ ഇളവുകൾ എന്നിവയുണ്ടാകും. സാധാരണ സൈന്യത്തിന് ബാധകമായ റാങ്ക് പേയും സേവന രൂപീകരണ സമയത്ത് ബാധകമായ DAയും ലഭിക്കും. 3 മുതൽ 5 വരെ വാർഷിക പരിശീലന ക്യാമ്പുകൾ പൂർത്തിയാക്കുമ്പോൾ പ്രത്യേക ഇൻക്രിമെന്റുകളും ഉണ്ടാകും. വിരമിക്കൽ സമയത്ത് ടെർമിനൽ ഗ്രാറ്റുവിറ്റി ഉണ്ടാകും. വിമുക്ത ഭടൻ പദവിയും പെൻഷൻകാർക്ക് സൗജന്യ മെഡിക്കൽ സൗകര്യവും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.